Hello everyone, ഞാൻ Niketh sir, EXAMWINNER NEET channel. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്ത് ചെയ്യണം? സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ വീഡിയോസും വരും. അപ്പോൾ ഇന്ന് ഞാൻ എന്തിനാണ് നിങ്ങൾക്ക് കുറച്ചൊരു മോട്ടിവേഷൻ തരാനാണ്. മോട്ടിവേഷൻ എന്തിനായിരിക്കും? നീറ്റ് കാരണം തന്നെ. കാരണം നമുക്കറിയാം നീറ്റ് നമ്മളെ മേത്തൊക്കെ കുറേ പ്രഷർ വരുത്തുന്ന ഒരു കാര്യങ്ങളാണ്. വീട്ടിൽ നിന്ന് പ്രഷർ ഉണ്ടാവും, ഫ്രണ്ട്സിൻ്റെ അടുത്തും പ്രഷർ ഉണ്ടാവും, ടീച്ചേഴ്സിൻ്റെ അടുത്തുനിന്നൊക്കെ പ്രഷർ ഉണ്ടാവും. അപ്പോൾ ഇത് വെച്ചൊക്കെ നമുക്ക് ഡീൽ ചെയ്യാൻ പഠിക്കണം അല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ കാര്യമായിട്ട് പറയാൻ പോകുന്നത് എല്ലാ കുട്ടികളും ചെയ്യുന്ന ഒരു കാര്യത്തിനെ ബന്ധപ്പെട്ടിട്ടാണ്. അതെന്താണ്? കമ്പാരിസൺ അല്ലേ? നമ്മളെല്ലാവരും ഏത് പരീക്ഷയാണെങ്കിലും നമ്മൾ കമ്പയർ ചെയ്യും. പ്രത്യേകിച്ച് നീറ്റ്. കാരണം നീറ്റ് എന്താ? നീറ്റ് ഒരു കോമ്പറ്റേറ്റീവ് എക്സാമാണ്. നമ്മൾ മൊത്തം ഇന്ത്യയിലെ സ്റ്റുഡൻസിനോട് കമ്പീറ്റ് ചെയ്യുക. ശരി, അവിടെ കമ്പാരിസൺ വന്നിരിക്കും. പക്ഷെ അത് വെച്ച് നിങ്ങൾ എങ്ങനെ ഡീൽ ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. ചിലപ്പോൾ നിങ്ങളെ പാരൻസ് ആയിരിക്കും പറയുന്നത്, നീ അപ്പുറത്തെ വീട്ടിലെ കുട്ടീൻ്റെ അത്ര മാർക്കില്ലല്ലോ, അത് വേണ്ടേ? അല്ലെ നിങ്ങൾക്ക് തന്നെ തോന്നും, എൻ്റെ ഫ്രണ്ടിന് എന്നെക്കാട്ട് കുറവ് മാർക്ക്, അപ്പം ഞാൻ അടിപൊളിയാണോ? അല്ലെ എൻ്റെ ഫ്രണ്ടിന് എന്നെക്കാട്ട് കൂടുതൽ മാർക്ക്, അപ്പം ഞാൻ എന്താ പൊട്ടനാണോ? അങ്ങനെ നിങ്ങൾക്ക് തോന്നലുണ്ടോ? അതൊന്നും തോന്നരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ഒരു നിങ്ങളെ ഗോള് വേറൊരാളുടെ മാർക്കാണെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഞാനുണ്ട്, എൻ്റെ ഫ്രണ്ടുണ്ട്, ഒരു അലൻ സാർ എന്ന് തന്നെ വിചാരിക്കുക. അപ്പോൾ ഞാനും അലൻ സാറും നീറ്റ് എഴുതുക. അപ്പോൾ അലൻ സാറിന് എങ്ങനെയുണ്ട്? മാർക്ക് എപ്പോഴും 600 എബോവാണ്. എൻ്റെ മാർക്ക് എപ്പോഴും 600 ബിലോ, ഒരു 530 കിടക്കുക എന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ ഗോൾ എന്താ? അലൻ സാറിനെ പൊട്ടിക്കുക എന്നുള്ളതാണ് നിങ്ങൾ വിചാരിക്കുക. അപ്പോൾ ഞാനൊരു ദിവസം പൊട്ടിച്ചു. അലൻ സാറിന് 600 കിട്ടി, എനിക്കൊരു 630 കിട്ടി. ഞാൻ വിചാരിച്ചെന്തായി എൻ്റെ ഗോള് അച്ചീവ് ചെയ്തു. പക്ഷെ അച്ചീവ് ചെയ്തോ? ഇല്ല. മുമ്പിലാരി കിടക്കുന്നുണ്ട്, അലക്സേർ കിടക്കുന്നുണ്ട് 700+ വെച്ചിട്ട്. അപ്പോൾ എന്താ? എനിക്കൊരു പുതിയ ഗോളായില്ലേ? ആ ഗോൾ ഞാൻ പൊട്ടിക്കാൻ ശ്രമിക്കുന്നതിൽ എന്ത്? ഞാൻ എൻ്റെ ശരിക്കത്തെ ഉന്നം മറന്നുപോയി. എന്താ? ഒരു മെഡിക്കൽ കോളേജിൽ കയറാൻ. അതായിരുന്നില്ല എൻ്റെ ഉന്നം. പക്ഷെ ഇപ്പം എൻ്റെ ഉന്നം എന്താ? അലക്സറിനെ പൊട്ടിക്കാന്ന്. അതാണോ നമുക്ക് വേണ്ടേ? അല്ല. നമ്മളെ ഗോൾ എന്തായിരിക്കണം? സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ്. നമ്മളെ സ്വന്തം മാർക്കുകൾ വെച്ച് ബേസ് ചെയ്തിട്ട്. നമ്മൾ അലൻസറോ അലക്സറിൻ്റെയോ മാർക്കൊന്നും നോക്കരുത്. സ്വന്തം മാർക്ക് വെച്ച് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യണം. ഞാൻ ഇന്ന് 530 വെച്ചു, പോട്ടെ. ഞാൻ ഇന്ന് നീറ്റ് മോഡൽ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി. എനിക്ക് 350 മാർക്ക് കിട്ടി. മാർക്ക് കുറവാണല്ലോ, ശരി. പക്ഷേ അടുത്ത പ്രാവശ്യം ഞാൻ നീറ്റ് എഴുതുമ്പോൾ എന്ത് ചെയ്യണം? ആ 350 ഞാൻ പൊട്ടിക്കണം. ഞാനൊരു 380 പോകാൻ ശ്രമിച്ചിരിക്കണം. എൻ്റെ ഗോൾ എന്തായിരിക്കണം? എൻ്റെ മുമ്പത്തെ മാർക്ക് കടത്തിവിടാൻ, അല്ലാണ്ട് വേറെ ആൾക്കാരുടെ മാർക്ക് കടത്തിവിടാനായിരിക്കരുത്. അപ്പോൾ കമ്പയർ ചെയ്യും, എല്ലാവരും കമ്പയർ ചെയ്യും. അച്ഛനമ്മ കമ്പയർ ചെയ്യും, ഫ്രണ്ട്സ് കമ്പയർ ചെയ്യും, നിങ്ങളെ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് വരെ കമ്പയർ ചെയ്യും. പക്ഷെ നിങ്ങൾ ആ പ്രഷറിനോട് നിങ്ങൾ അടിമയായി പോകരുത് അല്ലേ? അപ്പം ഞാൻ പറയുന്നത് കേട്ട് നിങ്ങൾ മൊത്തമായി കമ്പയർ ചെയ്യുന്ന നിർത്തരുത്. കമ്പയർ ചെയ്യണം. പക്ഷെ ആരോട് കമ്പയർ ചെയ്യണം? നിങ്ങളെ സ്വന്തം സ്കോറോട് കമ്പയർ ചെയ്യണം. നിങ്ങളുടെ ഗോൾ എന്താണ്? നിങ്ങളെ സ്കോറിൽ നിന്ന് ഇമ്പ്രൂവ് ചെയ്തിട്ട് നിങ്ങൾക്ക് 700+ കിട്ടണം. അല്ലാണ്ട് അലൻസറോ അലക്സറിൻ്റെയോ 700+ എത്തിക്കാനല്ല നിങ്ങളുടെ ഗോൾ. സ്വന്തം ഇമ്പ്രൂവ്മെൻറ്റ്, അതായത് സെൽഫ് ഇമ്പ്രൂവ്മെൻ്റ് ആണ് നമ്മുടെ നീറ്റിൻ്റെ മെയിൻ ഗോൾ. അത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് MBBS കിട്ടാൻ നോക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ കുറേ ടിപ്സ് കിട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? EXAMWINNER NEET ചാനലിലേക്ക് വരണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, എല്ലാം ചെയ്യണം.